കൊച്ചി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് നൽകി. രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സബ് കളക്ടർക്ക് കൈമാറി. വിവരങ്ങളുമായി ബീന റാണിച്ചേരിയാണ്. ബീന, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? സുരേഷ്, പെരിയാറിലെ മത്സ്യക്കുരുതിയെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളും ഒപ്പം തന്നെ പരാതികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മത്സ്യക്കുരുതിയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. പെരിയാറിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതേസമയം ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ലാബിലെ ഈ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സബ് കളക്ടർക്ക് കൈമാറി. അതേസമയം ചത്ത മീനുകളുടെ സാമ്പിളുകളുടെ ഫലം കുഫോസിൽ നിന്ന് ലഭിക്കുന്നതനുസരിച്ച് സമർപ്പിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രാസമാലിന്യം കലർന്നു എന്ന് പറയുന്നത് എന്താണെന്നറിയാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും മത്സ്യക്കുരുതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏലൂർ നഗരസഭയും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. ഒപ്പം തന്നെ മത്സ്യക്കുരുതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള കർഷകരുടെ വിവരശേഖരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വെച്ച് ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 400ഓളം അപേക്ഷകൾ കർഷകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഏലൂർ നഗരസഭ നൽകിയ പരാതിയിൽ 7.5 ലക്ഷം രൂപയുടെ മത്സ്യങ്ങൾ ചത്തുവെന്നും ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടെ നടന്ന മറ്റൊരു സംഭവം, എന്തായാലും ഏലൂരിലെ പാരിസ്ഥിതിക എഞ്ചിനീയറെ സ്ഥലം മാറ്റി പരിസ്ഥിതി നിയന്ത്രണ ബോർഡ് ഒരു നടപടി എടുത്തിട്ടുണ്ട്. സജീഷ് ജോയ്ക്ക് പകരം റീജിയണൽ ഓഫീസിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ MA ഷിജുവിനെയാണ് പകരം നിയമിച്ചിട്ടുള്ളത്. ഈ മത്സ്യക്കുരുതിക്ക് പിന്നാലെ വ്യവസായ മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ ഏലൂരിൽ ഒരു മുതിർന്ന ഓഫീസറെ നിയമിക്കാൻ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സ്ഥലം മാറ്റമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.